ടൈലിൽ എത്ര വലിയ കറയും ഒരു നിമിഷ നേരം കൊണ്ട് നമുക്ക് ഇതുപോലെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളകി ഇങ്ങോട്ട് പോരും കേട്ടോ. നമ്മൾ വീട്ടിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് കൊണ്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോമ്പൊക്കെ വരാൻ പോവാണ്, ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു ടൈമാണല്ലേ. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് നമ്മുടെ മാവില. എല്ലാവർക്കും അറിയില്ല, നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവും മാവില. നാട്ടിൻപുറത്താരാണെങ്കിൽ പ്രത്യേകിച്ചും, ഇനി ഗൾഫിലോ പുറത്തുള്ളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എങ്ങനെയാണിപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ ഇങ്ങനെ വാങ്ങിക്കാനൊക്കെ കിട്ടും മാവിൻ്റെ ഇല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഒരുപാട് എന്താ പറയുക, സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ പാക്കറ്റുകളിലാക്കിയിട്ടൊക്കെ വന്ന് കാണുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മാവില എടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഒരു 5 മിനിറ്റ് 10 മിനിറ്റോളം തിളപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാവില വെച്ചിട്ട് നമ്മളൊന്ന് ഫ്ലോർ ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒന്ന് ഡീപ്പ് ക്ലീനിങ്ങിനുള്ള ഇൻഗ്രീഡിയൻ്റാണ് ഞാനിവിടെ പറയുന്നത്. കുറച്ച് ചൂടായ വെള്ളമാണ് ഞാനിവിടെ എടുക്കുന്നത്. മീഡിയം ലെവലിൽ ചൂടായിട്ടുള്ള വെള്ളത്തിലേക്ക് ഈ മാവിൻ്റെ ഇല തിളപ്പിച്ച വെള്ളം ഞാനിവിടെ ഒരു കപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോഡാപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഡീപ്പ് ക്ലീനിങ് ആയതുകൊണ്ടാണ്. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നതിലേക്ക് ജസ്റ്റ് മാവിലയും വെള്ളവും മാത്രം, ചൂടുവെള്ളവും മാത്രം ഒഴിച്ചാൽ മതി. പക്ഷേ അല്ല എന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ഒരു ക്ലീനിങ്ങിൻ്റെയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇപ്പം ഇതിലേക്ക് ഞാനിവിടെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ ഫ്ലോറിൽ ഒഴിക്കുന്ന ലിക്വിഡും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒഴിക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ മുക്കാൻ ഉപയോഗിക്കുന്ന സ്മെല്ലിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറുനാരങ്ങയും കൂടി ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ജസ്റ്റ് ഫ്ലോറ് മോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ കറക്റ്റായിട്ട് എല്ലാതും നമ്മൾ എല്ലാ അഴുക്കുകളും പോരും എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ജസ്റ്റ് ഇപ്പം ഞാനിവിടെ കുറച്ച് വെള്ളത്തിലാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഗ്രീഡിയൻറ്റിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് ഈ കുറച്ച് വെള്ളത്തിൽ നമ്മളിത് മോപ്പ് ചെയ്തെടുക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമുക്ക് അടുത്ത വെള്ളത്തിൽ കഴുകുമ്പോൾ ജസ്റ്റ് പ്യുവർ വാട്ടറിൽ മോപ്പ് മുക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലോർ ക്ലീനിങ് എന്ന് പറയുന്നത്. അടുത്ത ക്ലീനിങ് എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ നമുക്ക് മാവില എടുക്കണം, അതൊന്ന് അരച്ചെടുക്കണം. ഇത് നമുക്ക് ടോയ്ലറ്റ് ക്ലീനിങ്ങിനുള്ള ഇൻഗ്രീഡിയൻ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു ചെറിയൊരു ബോംബ് പോലെ ആണ് ഉണ്ടാക്കുന്നത്. ഒരു മാവിലയുടെ ഒരു ബോംബ് പോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ മാവില നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഉപ്പും ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ സോഡ പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും സോഡാപ്പൊടിയും ചേർത്തിട്ടുള്ള ഈ ഒരു മിശ്രിതം ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് നമുക്ക് എഫക്റ്റീവ് ആകുന്ന ഒരു മിശ്രിതമാണ് കേട്ടോ. ഇതിങ്ങനെ ആക്കിയിട്ട് കണ്ടോ, ഇപ്പോൾ ഇവിടെ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ബിഫോർ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളത്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ചെറിയ കട്ടകളാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഈ ബോംബ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിനിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ കട്ട എടുത്തിട്ട് നമ്മുടെ ക്ലോസറ്റിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 10-15 അല്ലെങ്കിൽ 20 മിനിറ്റോളം ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഫ്ലഷ് ചെയ്താൽ മതി. നമ്മുടെ ബാത്റൂമൊക്കെ പെട്ടെന്ന് ക്ലീൻ ആക്കി കിട്ടും കേട്ടോ. കാരണം ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇതൊന്ന് നനയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പാത്രം കഴുകുന്ന ഒരു ലിക്വിഡ് കൂടി ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഇറ്റിച്ചിട്ടാണ് ഇതൊന്ന് നനഞ്ഞ് കറക്റ്റായൊരു ഒരു കട്ട പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ചെയ്ത് കൊണ്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു മിശ്രിതമാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തത് നമ്മുടെ മാവില കഷായം കൊണ്ട് വേറൊരു ക്ലീനിങ് ആണ്. നമ്മുടെ ഏറ്റവും ബുദ്ധിമുട്ടിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ വാഷ് ബേസിനൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് അല്ലേ. ഉള്ളിലേക്ക് ഒരുപാട് എന്താ പറയുക പ്രാണികളും ഇൻസെക്ട്സൊക്കെ വന്നിട്ട് ഒരുപാട് ഡേർട്ടിയായി കിടക്കുന്ന ഒരു സംഭവമാണ്. ഇതിനെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയിലെ പണിയൊക്കെ കഴുകിയിട്ട് നമുക്കിതൊക്കെ ക്ലീൻ ആക്കാനായിട്ട് ഭയങ്കര മടിയാണല്ലേ. ഈ ഒരു സമയത്ത് ഈ ലിക്വിഡ് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ആയിട്ട് കിട്ടും. വെളുത്ത് എന്താ പറയുക, ക്ലീൻ ആവുമെന്ന് പറയില്ലേ, അതേപോലെയാകും. അപ്പോൾ നമ്മുടെ ഈ മാവില കഷായം ഒരു കുപ്പിയിലേക്ക് ആക്കുക. അതിനുള്ളിലേക്ക് കുറച്ച് ഒരു 2 വലിയ ടീസ്പൂൺ വിനാഗിരി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് സോൾട്ടാണ്.
പിന്നെ കുറച്ച് ലിക്വിഡും കൂടി ഒന്ന് ഒരു പതയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചാണ് കേട്ടോ ലിക്വിഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കുലുക്കിയതിന് ശേഷം ഒരു കുപ്പിയിലാക്കി നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്കൊരു ഡീപ്പ് ക്ലീനിങ്ങിനാണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കുറച്ച് സോഡാ പൗഡർ ഈ ഏത് ഭാഗത്താണോ ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ടത് ആ ഭാഗത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് ഈ ലിക്വിഡ് ഒന്ന് ഒഴിച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഇട്ടതിന് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറേ ഒന്നും ഉരച്ച് കഴുകേണ്ട ഒരു കാര്യമില്ല, നല്ല ക്ലീനായിട്ട് നമ്മുടെ ഈ ഒരു സംഭവം കിട്ടും. നിങ്ങൾക്ക് ഈ സിങ്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റുമല്ലോ അല്ലേ, അത്യാവശ്യം നല്ല അഴുക്കൊക്കെ ഉണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മുടെ ലിക്വിഡും സോഡാപ്പൊടിയും ഒന്ന് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് 10-15 മിനിറ്റ് വെച്ച് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് ഇതിൻ്റെ അഴുക്കൊക്കെ ക്ലീൻ ആയിട്ട് പോരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൽ ഒക്കെ ഉണ്ടാവുന്ന പൈപ്പ്, സ്റ്റീലിൻ്റെ പൈപ്പ് ഒക്കെ, ഇപ്പോൾ കിച്ചണിലെ സ്റ്റീലിൻ്റെ പൈപ്പൊക്കെ പെട്ടെന്ന് തുരുമ്പ് പിടിക്കും അല്ലേ, ഒരു വെള്ളത്തുള്ളികളൊക്കെ വീണിട്ടുള്ള ഒരു പ്രത്യേകതരം കറയുണ്ടായിരിക്കും. അത് പോകാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇതേപോലെയുള്ളത് ഞാൻ ലിക്വിഡൊന്നും ഒഴിച്ചൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ആ ഒരു തുണിയിലുണ്ടായിട്ടുള്ള ആ ഒരു ലിക്വിഡ് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. പക്ഷേ അപ്പോൾ തന്നെ നല്ല കണ്ടാ എന്ത് നന്നായിട്ടാണെന്നറിയോ ക്ലീൻ ആവുന്നത്. അപ്പോൾ നമ്മൾ ബാത്റൂമിൻ്റെ പൈപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ അപ്പോൾ നോമ്പൊക്കെ വരികയല്ലേ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു സമയമാണ്. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾ ഈ കെമിക്കലൊന്നും എടുക്കാതെ ഈ മാവില കഷായം വെച്ചിട്ട് ഇതേപോലെയുള്ള വിത്ത് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ക്ലീനിങ് ടിപ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ഈ ഒരു പേജ് എന്തായാലും ഒന്ന് ലൈക്കും ഫോളോവും അതുപോലെ തന്നെ സബൊക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഡ്രെയിനേജിന് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഇൻസെക്ട്സും പ്രാണികളും പുഴുക്കളും ഒക്കെ ഒരുപാടുള്ളൊരു സ്ഥലമാണ് അല്ലേ, ബാഡ് സ്മെൽ ഉണ്ടാകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മാവില കഷായത്തിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒരു കുപ്പിയിലാക്കി വെച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഡ്രെയിനേജിലുള്ള എല്ലാ അഴുക്കുകളും പെട്ടെന്ന് തന്നെ മാറും. അതുപോലെ തന്നെ ബാഡ് സ്മെൽ ഇല്ലാതാവും കേട്ടോ. നമ്മുടെ ടേബിൾ തുടക്കാനായിട്ടുള്ള നല്ലൊരു ലിക്വിഡാണ് നമ്മുടെ ഈ ഒരു മാവില കഷായത്തിൽ ഉപ്പ് ചേർത്തിട്ടുള്ള ഈ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ ബാത്റൂമിലെ ബാഡ് സ്മെല്ല് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാഡ് സ്മെല്ലൊക്കെ മാറും കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ടിപ്സ് ഒക്കെ ഒന്ന് കണ്ട് നിങ്ങളുടെ കുടുംബാദികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അസ്സലാമു അലൈക്കും.